ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറെ 2 റെസിപ്പി ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു തവണ അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം ഒന്ന് സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇനി ഒരു 4 മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ എഗ് വൈറ്റ് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടിച്ചതാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഈ എഗ് വൈറ്റ് നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എഗ് വൈറ്റ് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ യോക്ക് വീതം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ യോക്കും ചേർത്ത ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ മിക്സ് ആയിട്ടാണ് അടുത്ത യോക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ യോക്കും ചേർത്ത ശേഷം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ 1-2 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ചേർക്കുമ്പോൾ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ബീറ്റർ ഓഫ് ചെയ്യാം. അതിനുശേഷം നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ കുറച്ചായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനിടയിൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ആ സ്പോഞ്ചിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാകുന്നത്. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ സാധാരണ പാലായാലും കുഴപ്പമില്ല. ഇനി ഇതൊരു 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ച ശേഷം ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം സിമ്മിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഓവനിലാണെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയ ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളനീരിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് എത്രയാണോ മധുരം ചേർക്കേണ്ടത് അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണിത്. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് എപ്പോഴും നല്ല തണുത്തിട്ടുള്ള ഷുഗർ സിറപ്പ് തന്നെ എടുക്കുക. അപ്പോഴാണ് കേക്കിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതേപോലെ എഗ് സ്മെല്ലൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടുകയും ചെയ്യും. ഇനി അതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും ആണ് ക്രീം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. ഇനി ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കുന്നത് ഇളനീരിൻ്റെ കാമ്പാണ്. ഇപ്പോൾ 2 ഇളനീരിൻ്റെ കാമ്പും പിന്നെ ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തതാണ്. അത് ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമായിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഇളനീരിൻ്റെ പീസ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം.
ഇനി കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം കേക്ക് ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഫൈനൽ കോട്ട് ക്രീം കൊടുക്കുന്നത് ക്രീമിൽ ഒരു ഡ്രോപ്പ് മാത്രം യെല്ലോ കളർ മിക്സ് ചെയ്തിട്ടാണ്. അങ്ങനെ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്രീമിലേക്ക് സൂപ്പർ റെഡിൻ്റെ ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ട് പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ സിഗ്സാഗ് പോലെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ സെമി ഫോൾട്ട് ലൈനായിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു കാർഡ് എടുത്തിട്ട് ആ മുകളിലുള്ള ക്രീം ടച്ച് ചെയ്യാത്ത വിധത്തിൽ ഇതേപോലെ ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം ആ ഒരു ഫോൾട്ട് ലൈനിൽ കുറച്ച് കോപ്പർ ഡസ്റ്റിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മുകളിൽ നൂറിൻ്റെ N1 നോസിൽ വെച്ചിട്ട് ബാക്കിയുള്ള ക്രീമും വെച്ചിട്ട് ചെറിയൊരു ബോട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് ബേസിൻ്റെ വെയിറ്റ് കൂടാതെ 1 കിലോയും 375 ഗ്രാമാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് 800 രൂപയായിട്ടാണ് ഞാൻ സെയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് മുകളിൽ ഗനാഷൊക്കെ വരുന്ന കേക്കാണെങ്കിൽ 900 രൂപ വരെ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.